ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ണി മുകുന്ദന്റെ ജന്മദിനം പ്രമാണിച്ച് മാർക്കോ എന്ന സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരാളുടെ തലയും കയ്യിലേന്തി നിൽക്കുന്ന ഉണ്ണി മുകുന്ദന്റെ ഒരു സ്റ്റൈലിഷ് പോസ്റ്ററാണ് ഏറ്റവും പുതിയ സെക്കൻഡ് ലുക്ക് പോസ്റ്ററായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ചിത്രം ഈ വർഷം അവസാനം ക്രിസ്മസിന് തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ പ്ലാൻ ചെയ്യുന്നു. ഉണ്ണിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വയലൻസ് നിറഞ്ഞ സിനിമ എന്നതിലുപരി ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയാണ് മാർക്കോ. ഉണ്ണിയുടെ ജന്മദിനത്തിൽ ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുടെ കൂടി പോസ്റ്റർ റിലീസ് ായിരിക്കുകയാണ്. ചിത്രം ഉണ്ണിയുടെ അടുത്ത തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ്. ജൂനിയർ NTR നായകനെത്തുന്ന ഡബിൾ റോളിലെത്തുന്ന സിനിമ ദേവര ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ. സെപ്റ്റംബർ 27 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് റിലീസായിരിക്കുകയാണ്. മലയാളം ഉൾപ്പെടെയുള്ള പാൻ-ഇന്ത്യൻ ഭാഷകളിൽ ഈ തെലുഗു സിനിമയുടെ ട്രെയിലർ യൂട്യൂബിൽ ലഭ്യമാണ്. ദേവരയോടൊപ്പം തമിഴിൽ നിന്ന് ക്ലാഷ് റിലീസിനായിട്ട് എത്തുന്ന സിനിമയാണ് കാർത്തി അരവിന്ദ് സ്വാമി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന പ്രേംകുമാർ സംവിധാനം ചെയ്ത മെയ്യഴകൻ. സെപ്റ്റംബർ 27 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രത്തിന്റെ ട്രെയിലർ നാളെ സെപ്റ്റംബർ 23 രാവിലെ 11 മണിക്ക് റിലീസ് ചെയ്യും. സൂര്യയും ജ്യോതികയും ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. തമിഴിൽ അടുത്ത് വരാനിരിക്കുന്ന വമ്പൻ സിനിമകളിൽ ഒന്നാണല്ലോ ഒക്ടോബർ 10 റിലീസ് ചെയ്യുന്ന രജനികാന്ത് നായകനെത്തുന്ന വേട്ടയൻ. അമിതാഭ് ബച്ചൻ, ഫഹദ് ഫാസിൽ, റാണ ദഗുബെട്ടി, മഞ്ജു വാര്യർ തുടങ്ങി വലിയ താരനിര ഭാഗമാകുന്ന ചിത്രത്തിന്റെ പ്രിവ്യൂ വീഡിയോ കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ പുറത്തു വന്നത്. സമ്മിശ്ര അഭിപ്രായങ്ങൾ ലഭ്യമായ ചിത്രത്തിന്റെ പ്രിവ്യൂവിന് ശേഷം അടുത്ത പ്രധാനപ്പെട്ട വീഡിയോ കണ്ടന്റായിട്ട് ട്രെയിലർ ഒക്ടോബർ 2 റിലീസ് ചെയ്യുകയാണ്. മോളിവുഡിലെ ഏറ്റവും വലിയ സിനിമയായ L2 എമ്പുരാൻ ലാലേട്ടൻ നായകനെത്തുന്ന പൃഥ്വിരാജ് സിനിമയാണല്ലോ. കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ അറിയിച്ചതുപോലെ അങ്ങനെ ഗുജറാത്ത് ഷെഡ്യൂളിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ലാലേട്ടൻ ഇന്ന് മുതൽ തന്നെ സിനിമയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. പൃഥ്വിരാജ് ഗുജറാത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ ലൊക്കേഷൻ സ്റ്റില്ലും അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുകയാണ്. ഗുജറാത്തിലെ ഷെഡ്യൂൾ ഈ മാസം അവസാനം പൂർത്തിയാകും. ശേഷം ഹൈദരാബാദിലും അബുദാബിയിലും ഒപ്പം കേരളത്തിലും സിനിമയ്ക്ക് ചിത്രീകരണമുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. കാത്തിരിക്കാം L2 എമ്പുരാൻ തിയേറ്ററുകളിൽ കാണുവാനായിട്ട്.